ആധുനിക ചികിത്സാ സൗകര്യങ്ങളുടെയും വിദഗ്ധ ഡോക്ടർമാരുടെയും സേവനമിനി നിങ്ങളുടെ അടുത്തും. വിശ്വസ്തതയുടെ പര്യായമായ ചേലക്കര ജീവോദയ മിഷൻ ആശുപത്രിയിൽ 7ലധികം ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നു. കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫാർമസി, ലാബ്, എക്സ്റേ, അത്യാഹിത വിഭാഗം എന്നിവയുമുണ്ട്. അത്യാധുനിക അൾട്രാസൗണ്ട്, 2D എക്കോ, ഓഡിയോമെട്രി, ECG, EMG, സ്ലിപ്പ് ലാബ്, സ്പൈറോമെട്രി, PFT, TMT തുടങ്ങിയ പരിശോധനാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഡയാലിസിസ് സേവനവും ഒരുക്കിയിരിക്കുന്നു. അത്യാധുനിക ആംബുലൻസ്, ICU ആംബുലൻസ് സേവനവും ലഭ്യമാണ്. ചേലക്കര ജീവോദയ ആശുപത്രിക്ക് എതിർവശം പാതയോരത്ത് മുറിച്ചിട്ടിരിക്കുന്ന മരക്കൂട്ടം അപകടങ്ങൾക്കും യാത്രാ ക്ലേശത്തിനും കാരണമാകുന്നു. അധികൃതരുടെ അവഗണനയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ജീവോദയ ആശുപത്രിക്ക് എതിർവശം പാതയോരത്ത് മുറിച്ചിട്ടിരിക്കുന്ന കൂറ്റൻ മദ്രാസ് ഈത്തമരം നിത്യേനയുള്ള അപകടങ്ങൾക്ക് കാരണമാകുന്നതായി പരാതി. പുഴവക്കത്ത് അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം മുറിച്ച് പാതയോരത്ത് കൂട്ടിയിട്ട് 3 മാസങ്ങൾ പിന്നിട്ടതായാണ് പ്രദേശത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നത്. തീരെ വീതിയില്ലാത്ത പാതയോരത്തെ മരങ്ങൾ റോഡിലെ വെള്ളവരയും കടന്ന് സംസ്ഥാന പാതയിലേക്ക് കയറിയാണ് കിടക്കുന്നത്. തിരക്കേറിയ പാതയോരം മരംകൂട്ടം കൈയടക്കിയതോടെ കാൽനട യാത്രികർ റോഡിലൂടെ നടക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. 2 ദിവസം മുൻപ് ചേലക്കര ഭാഗത്തു നിന്നും വന്ന പിക്കപ്പ് മാൻ മരത്തിലിടിച്ച് അപകടമുണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രി തോന്നൂർക്കര സ്വദേശിയായ ഇരുചക്ര വാഹന യാത്രികനും ഇതേ മരത്തിലിടിച്ച് അപകടത്തിൽപ്പെട്ടെങ്കിലും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വഴിവിളക്കുകൾ കത്താത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇവിടെ അപകടങ്ങൾ പതിവാണെന്ന് പരിസരവാസികൾ ചൂണ്ടിക്കാട്ടുന്നു. പഞ്ചായത്തിനും പൊതുമരാമത്ത് വകുപ്പിനും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും മരങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ മരം മുറിച്ചിട്ട് ഇപ്പോൾ 2-3 മാസത്തിന് മീതിയായി. ഇന്നേ വരെ ഇതിനൊരു ഉത്തരവാദിത്തമുള്ള ഒരാൾ വന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറഞ്ഞു കൊടുത്തു, ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിനൊരു തീരുമാനമായിട്ടില്ല. ഇതുവരെ മാറ്റി അവർ PWD വന്ന് ഈ മരമൊക്കെ വന്ന് അളന്നെടുത്ത് പോയിട്ടുണ്ട്. ഇതുവരെ ആരും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ തെരുവെടുപ്പ് കത്താത്ത കാരണം വണ്ടികൾ വന്നിട്ട് ഈ മരം വന്ന് തട്ടിയിട്ടുള്ളതാണ് ഒരു വണ്ടിയുടെ മുകളിൽ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരുപാട് ആൾക്കാരെ വന്ന് പറഞ്ഞതിൽ ആൾക്കാരുടെ അടുത്തൊക്കെ പറയുകയൊക്കെ ചെയ്തു. ആരും ഒന്നും ഇത് ചെയ്തുകൊണ്ടിട്ടില്ല ഇതുവരെ. ന്യൂസ് ഡെസ്ക് CCV.